എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ ഒരു 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട്, 4 ബെഡ്റൂമിൻ്റെ ഒരു വീട് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 5.25 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റാണ് വീട് വന്നത്. നമുക്ക് 4 ബെഡ്റൂം വരുന്നുണ്ട്, 4 നമുക്ക് അറ്റാച്ച്ഡാണ്. വീടിൻ്റെ ദർശനം വന്നിട്ട് നമുക്ക് കിഴക്ക് ദർശനമാണ്. അതുപോലെ നമുക്ക് വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന വലിയൊരു വില്ല പ്രോജക്റ്റിൻ്റെ അകത്താണ്. അതുപോലെ നമുക്കൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. നമ്മുടെ വീടിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലക്ഷറി ലുക്കിലാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമ്മുടെ ഇന്റീരിയർ എന്നാലും എക്സ്റ്റീരിയർ എന്നാലും നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ വീട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് 3 കാർ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ CCTVയുടെ ലൈൻ കണക്ഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സോളാറിൻ്റെ ലൈൻ കണക്ഷനും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ ഫ്രണ്ടിൽ നമുക്ക് ഒരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമുക്കൊരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ ഇന്റർലോക്ക് ഒക്കെ വരുന്നത് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഇന്റർലോക്ക്, നമ്മുടെ ഷൈൻ്റെ ഏറ്റവും കൂടി ഇന്റർലോക്കും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ കിണറും വരുന്നുണ്ട്, നമുക്ക് ഫ്രണ്ടിൽ ഗാർഡൻ, നമുക്ക് വലിയ രീതിയിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ വീട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല ഈഴക്കുടാണ് നമുക്ക് വീട് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി നമുക്ക് 9 കിലോമീറ്ററും വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് ഒന്നും 92 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതുപോലെ നമുക്ക് 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ സിറ്റൗട്ടൊക്കെ വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത്. നമ്മുടെ സിറ്റൗട്ടിൽ നമ്മൾ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. നമ്മുടെ സിറ്റൗട്ടിലും സ്റ്റെയറിലും നമുക്ക് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് സിറ്റൗട്ടിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ഫോർ സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലാഡിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെയിലാണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ വുഡൊക്കെ വന്നിട്ട് ഫുൾ തേക്കാണ്. നമുക്ക് പോളിഷ്, നമ്മുടെ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട്. നമുക്ക് വലിയൊരു ഹാള്, നമുക്ക് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹാളും വരുന്നുണ്ട്. നമ്മൾ ഡൈനിങ് സെക്ഷനും വരുന്നുണ്ട്. നമ്മുടെ ഫോർ സീലിംഗ് വന്നിട്ട് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫാം ലൈറ്റും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അകത്തെ കളറൊക്കെ വന്നിട്ട് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 3 ഫേസ്, നമ്മുടെ കണക്ഷൻ വന്നിട്ട് നമുക്ക് 3 ഫേസ് ആണ് വരുന്നത്. നമ്മുടെ ടെയിലൊക്കെ വന്നിട്ട് നല്ല ഹൈ ക്വാളിറ്റി ടെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിതിൽ അപ്പോസി വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. അതുപോലെ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് നമ്മളെ റോയൽ പ്ലേയും കാര്യങ്ങളും നമ്മുടെ ചെവിൽ TV യൂണിറ്റോട് ചേർന്ന് തന്നെ നമുക്ക് വലിയ രീതിയിൽ റോയൽ പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. നമുക്ക് ഡൈനിങ് സെക്ഷൻ വന്നിട്ട് നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. നമ്മുടെ വാഷ് ബേസൊക്കെ വന്നിട്ട് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് തന്നെ വാഷ് ബേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലിട്ടാണ് നമുക്ക് വാഷ് ബേസും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലാണ്. ഈ കബോർഡിൻ്റെ അകത്താണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു കിച്ചണും വരുന്നുണ്ട്. നമുക്ക് അതിൽ വർക്ക് ഏരിയയും വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടും നമ്മുടെ കിച്ചണിലോട്ട് പോകുന്നിടത്ത് നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ തടിയിൽ, നമ്മുടെ തേക്ക് തടിയിൽ നമ്മൾ ഡിസൈൻ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട് 15x15 അതുപോലെ നമുക്ക് 18x15 ബെഡ്റൂമൊക്കെയാണ് വരുന്നത്. നമുക്ക് എല്ലാ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 15x15. അതുപോലെ നമുക്കിവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഫോർ സീലിംഗ്, നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമുക്കിവിടെ റോയൽ പ്ലേയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് വരുന്ന അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഇത് വരുന്നത്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. അതുപോലെ നമുക്കിവിടെ നല്ല ഹൈ ക്വാളിറ്റി ടൈലിംഗ് കാര്യമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാ ബെഡ്റൂമിലും നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വാഷ്റൂമിലും നമ്മൾ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ഒരു ഓപ്പൺ കിച്ചണാണ്. നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമ്മുടെ കിച്ചണിലെ കബോർഡിലൊക്കെ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കിച്ചണോട് ചേർന്ന് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടെയില്, നമ്മുടെ ഗ്ലാഡിങ്ങിൽ നമ്മൾ ടെയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അഴുക്കും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലാഡിങ്ങിൽ ടെയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയർ ആണ്. നമ്മുടെ സ്റ്റെയറിലെ ഹാൻഡിലൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മളെ വുഡിലും അതുപോലെ നമുക്ക് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. നമ്മൾ വലിയൊരു ഹാളാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഫോർ സീലിംഗ്, നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പർഹോൾ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് നമുക്ക് പർഹോൾ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ല ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 15-ൻ്റെ 2 ബെഡ്റൂമും 18x15-ൻ്റെ 1 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 15x18 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നല്ല ഫോർ സീലിംഗ്, നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ഫോർ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമുക്ക് ഫിറ്റിങ്സിൽ ഉപയോഗിക്കുന്ന നമ്മൾ സെറയാണ്. ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. അതുപോലെ നമ്മുടെ ഹാളിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റൊക്കെ വരുന്നത്.
ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം സൈസ് വരുന്നത് 15x15 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമ്മൾ വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചെവിരിലൊക്കെ നമുക്ക് റോയൽ വർക്ക്, നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് തന്നെ റോയൽ വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത് നമ്മൾ സെറയാണ്. അതുപോലെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലിംഗ് കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മൾ നാലാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് ഒക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. ഇവിടെ ഫിറ്റിംഗ്സിന് വേണ്ടി നമ്മൾ സെറയാണ്. ഇത് നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലിംഗ് കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയാണ്. നമുക്ക് വലിയൊരു ബാൽക്കണി വരുന്നുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമുക്ക് വലിയൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ടെറസും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് വന്നിട്ട്. ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു ഓപ്പൺ ടെറസാണ് വരുന്നത്. ഇവിടെ നമ്മൾ സ്റ്റീൽ വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്ലാസ്, നമ്മുടെ 10mm ഗ്ലാസ്സാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ ടെറസിൽ കൂടെയാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറും വരുന്നത്. നമ്മുടെ ടെറസിലെ ടാങ്ക് വെച്ചിരിക്കുന്നത് നമുക്ക് 2 ടാങ്ക് 750 ലിറ്ററിൻ്റെ 2 ടാങ്കാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് നമ്മുടെ ലൈൻ കണക്ഷൻ്റെ, ഒന്ന് നമുക്ക് കിണറിൻ്റെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡാണ്. നമ്മുടെ സെപ്പറേറ്റ്, നമ്മുടെ ഹൗസ് സൈഡ് നമുക്ക് സെപ്പറേറ്റ് ഒരു വാഷ്റൂമും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുമല ഈഴക്കോടാണ് വീട് നിൽക്കുന്നത്. നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് വീട് നിൽക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് 3 കാറുകളുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് കുടിവെള്ളത്തിനുള്ള കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മുടെ തമ്പാനിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ, നമുക്ക് എയർപോർട്ടിൽ നിന്ന് 14 കിലോമീറ്ററാണ് വരുന്നത്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് 92 ലക്ഷം രൂപ. നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീടിനോട് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത എന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.